നമസ്തേ. 113ാമത് അയ്യൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് ഭക്തി നിർഭരമായ സമാപ്തി. പുണ്യപമ്പയിൽ ആരതിയോടെയാണ് സമാപന ചടങ്ങുകൾ തുടങ്ങിയത്. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ 113ാമത് അയ്യൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന്റെ സമാപന സഭ ഉദ്ഘാടനം ചെയ്തു. ഹിന്ദുമത മഹാമണ്ഡലം പ്രസിഡന്റ് PS നായർ അധ്യക്ഷത വഹിച്ചു. ജർമ്മനിയിലെ യോഗ വിദ്യാശ്രമ മഠാധിപതി സ്വാമി സുഖദേവ് ജി ബ്രെയ്റ്റ്സ് മുഖ്യപ്രഭാഷണം നടത്തി. പമ്പാ നദിയിൽ ആരതി സമർപ്പണത്തോടെ അയ്യൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന്റെ 113ാമത് സമ്മേളനത്തിന് സമാപനം കുറിച്ചു. ഞായറാഴ്ച വൈകിട്ട് 5:30 സമാപന സഭ നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറാണ് ഉദ്ഘാടനം ചെയ്തത്. സ്ത്രീ സമത്വം, സാർവത്രിക വിദ്യാഭ്യാസം എന്നീ ആശയങ്ങൾ മുൻനിർത്തി പ്രവർത്തിച്ച മഹാനായ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ചട്ടമ്പി സ്വാമികൾ എന്ന നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ഉദ്ഘാടന പ്രസംഗത്തിനിടെ അഭിപ്രായപ്പെട്ടു. ഹിന്ദുമത മഹാമണ്ഡലം പ്രസിഡന്റ് PS നായർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജർമ്മനിയിലെ യോഗ വിദ്യാശ്രമ മഠാധിപതി സ്വാമി സുഖദേവ് ജി ബ്രൈറ്റ്സ് മുഖ്യപ്രഭാഷണം നടത്തി. എല്ലാ മതസാരവും ഏകം എന്ന ഹൈന്ദവ ധർമ്മസാരത്തിന്റെ പ്രസക്തി ഇന്ന് ലോകം തിരിച്ചറിയുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം, മാർഗദർശക് മണ്ഡലം സംസ്ഥാന കാര്യദർശി സ്വാമി സൽസ്വരൂപാനന്ദ സരസ്വതി, ഹിന്ദുമത മഹാമണ്ഡലം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് K ജയവർമ്മ, ഹിന്ദുമത മഹാമണ്ഡലം ട്രഷറർ TK സോമനാഥൻ നായർ, ആനന്ദരാജ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ധാരാളം ആളുകൾ ഈ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ഓരോ വർഷം കഴിയുന്തോറും അതിൻ്റെ സംഖ്യ വർദ്ധിച്ചു വരികയും ഹിന്ദു ഏകത എന്നുള്ളതായ ഒരു ആശയം രൂപം കൊണ്ട് വരികയുമാണ്. പല നിസ്സാര കാരണങ്ങൾ കൊണ്ടും പിണങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ യോജിക്കാൻ സാധിക്കില്ല എന്ന് വിചാരിച്ചിരുന്നതായ ഹിന്ദു സമൂഹം ഇപ്പോൾ ആ നിസ്സാര കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഒന്നാകാനായിട്ട് തീരുമാനമെടുക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അങ്ങനെയുള്ള ഒരു മാനസിക ഉയർച്ചയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഹിന്ദു ഏകതാ സമ്മേളനത്തോടനുബന്ധിച്ച് പമ്പാ നദിയുടെ 113 കടവുകളിൽ നമ്മൾ നദീപൂജ നടത്തുകയുണ്ടായി. അത് ആ നാട്ടിലെ എല്ലാ ഗ്രാമീണരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ, അമ്മമാരുടെയും മക്കളുടെയും കൊച്ചുമക്കളുടെയൊക്കെ സാന്നിധ്യത്തിൽ വളരെ ഗംഭീരമായി നമ്മൾ 113 കടവുകളിൽ നദീപൂജ നടത്തുകയുണ്ടായി. പമ്പാരതി ഉൾപ്പെടെയുള്ള നദീപൂജ വളരെ വിശേഷപ്പെട്ട ഒരു ചടങ്ങായിട്ടാണ് അത് നടന്നത്. വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ തീർത്ഥപാദ പരമഹംസസ്വാമികളാണ് ചെറുകോൽപ്പുഴയിൽ ഹിന്ദുമത പരിഷത്ത് ഇവിടെ തുടങ്ങാൻ അതിനുവേണ്ട പ്രേരണ നൽകി 1913 ഹിന്ദുമത പരിഷത്ത് ആരംഭിക്കുന്നത്. ഈ 113 വർഷം അനസ്യൂതം ഇത് നടക്കുകയാണ്. പമ്പയുടെ ഈ മണൽപ്പരപ്പിൽ നടക്കുകയാണ്. ഈ വർഷം ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ സന്യാസി ശ്രേഷ്ഠന്മാർ, വിവിധ ഹിന്ദു സംഘടനകളുടെ നേതാക്കന്മാർ, 10,000-കണക്കിന് ഹൈന്ദവ സഹോദരി സഹോദരന്മാർ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ 113 വർഷമായിട്ട് നടന്നു വരികയാണ് ഈ ധർമ്മ പരിഷത്ത്. ഇതിൻ്റെ സമ്മേളന വേദിയിൽ കൊളുത്താനുള്ള ഭദ്രദീപം ചട്ടമ്പി സ്വാമി തൃപ്പാദങ്ങളുടെ സമാധി ക്ഷേത്രമായ കൊല്ലം പന്മന ആശ്രമത്തിലെ ശ്രീ ബാലഭട്ടാരകേശ്വരം ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നും പകർന്ന് ഹിന്ദുമത മഹാമണ്ഡലം പ്രസിഡന്റിന് കൈമാറുന്ന ദീപം വഹിച്ചുകൊണ്ട് കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഏകദേശം 1000-ഓളം കേന്ദ്രങ്ങളിൽ നൽകുന്ന ഭക്തി നിർഭരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ആ ദീപം ഈ സമ്മേളന വേദിയിൽ കൊണ്ടുവന്ന് കൊളുത്തിയാണ് ചരിത്രപ്രസിദ്ധമായ ഈ സമ്മേളനം ഇവിടെ ആരംഭിക്കുന്നത്. ചെറുകോൽപ്പുഴ പമ്പാ മണപ്പുറത്തെ ശ്രീ വിദ്യാധിരാജ നഗറിൽ 2-ാം തീയതി ആരംഭിച്ച ഹിന്ദുമത പരിഷത്ത് സംഘാടന മികവുകൊണ്ടും വിശിഷ്ടാതിഥികളുടെ സാന്നിധ്യം കൊണ്ടും സമ്പന്നമാകുകയായിരുന്നു.